നമസ്കാരം. ഇന്ത്യയും യുഎസും തമ്മിൽ തിങ്കളാഴ്ച ആരംഭിക്കേണ്ട ചർച്ചകൾ മാറ്റിവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ ഉള്ളടക്കം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഇരു രാജ്യത്തിന്റെയും ചീഫ് നെഗോഷിയേറ്റർമാർ തമ്മിൽ വാഷിംഗ്ടണിൽ നടത്താനിരുന്ന 3 ദിവസത്തെ ചർച്ചയാണ് ഇപ്പോൾ മാറ്റിവെച്ചത്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ ഇറക്കുമതി തീരുവ യുഎസ് സുപ്രീം കോടതി മരവിപ്പിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം എന്നാണ് പുറത്തുവരുന്ന വിവരം. ഫെബ്രുവരി 23, 24, 25 തീയതികളിലായിട്ടായിരുന്നു ചർച്ച നടക്കേണ്ടിയിരുന്നത്. വ്യാപാര കരാർ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു നേരത്തെ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. ഇതിനു മുന്നോടിയായുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കാനിരുന്നത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഉത്തരവോടെ ചർച്ച മാറ്റിവെക്കുമെന്നായിരുന്നു വിവരം. രണ്ടു രാജ്യങ്ങൾക്കും സൗകര്യപ്രദമായ മറ്റൊരു തീയതിയിൽ ചർച്ച നടക്കുമെന്നും വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിയെ യുഎസ് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നിയമാനുസൃതമല്ലെന്നും ദേശീയ അടിയന്തര അവസ്ഥയുമായി ബന്ധപ്പെട്ട് 1977 നിയമം ദുരുപയോഗം ചെയ്തു എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്ന് തീരുവ റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല. വിധിക്ക് പിന്നാലെ വെള്ളിയാഴ്ച ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫെബ്രുവരി 24 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ ശനിയാഴ്ച അദ്ദേഹം വീണ്ടും വാക്കുമാറ്റി 15% തീരുവ ഏർപ്പെടുത്തുന്നതായും പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും 18% തീരുവ ചുമത്തിയുള്ള വ്യാപാര കരാറിന്റെ പ്രാഥമിക രൂപരേഖ സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കും ഈ മാസം ആദ്യം ധാരണയായിരുന്നു. ഈ കരാറിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം അസാധാരണമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ വ്യാപാര കരാറിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. യുഎസുമായി ധാരണയായ നിർദ്ദിഷ്ട ഇടക്കാല വ്യാപാര കരാർ അബ് കി ബാർ ട്രംപ് സേ ഹാർ എന്നത്, അതായത് ഇത്തവണ ട്രംപിന്റെ പതനം എന്നത് തെളിവാണെന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത്. 2019 യുഎസ് സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിനെയും പരിഹസിച്ചാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇപ്രകാരം വ്യക്തമാക്കിയത്. എന്തായാലും കരാറിലെ വ്യവസ്ഥകൾ വീണ്ടും ചർച്ച ചെയ്ത് കൃഷി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇളവ് സംബന്ധിച്ച വ്യവസ്ഥകൾ റദ്ദാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ട്രംപ് പ്രഖ്യാപിച്ച ആഗോള തീരുവകൾ നിയമവിരുദ്ധമാണ് എന്നും യുഎസ് സുപ്രീം കോടതി വിധിച്ച സാഹചര്യത്തിലാണ് ആവശ്യം. ഇന്ത്യയുടെ പ്രത്യേകിച്ച് കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ കരാർ പുനഃപരിശോധിക്കണമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ വിവിധ സംസ്ഥാനങ്ങളിൽ കിസാൻ മഹാസഭ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ജയറാം രമേശിന്റെ ആവശ്യം.